കേരളം കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലമായി പ്രചരിപ്പിക്കുന്ന ഈ വനം ഇല്ലാതാക്കി എന്ന് പ്രചരിപ്പിക്കുന്നതിന് ഇപ്പൊ നേരത്തെ സംസാരിച്ച പ്രശാന്ത് മറുപടി തന്നു കഴിഞ്ഞു. നമുക്ക് 1957 ഉണ്ടായിരുന്ന 9,000 സ്ക്വയർ കിലോമീറ്റർ വനം ഇപ്പൊ 11,500 എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൃഷിക്കാരുടെ കൈവശം വരുന്ന ഭൂമി വിവിധ നിയമപ്രശ്നങ്ങൾ ഉയർത്തി പിടിച്ചെടുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് തന്നെ ഒട്ടേറെ റവന്യൂ ഭൂമികൾ, കൃഷിഭൂമികൾ പുതിയ വിജ്ഞാപനത്തിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, നമുക്ക് ഇപ്പൊ വിദേശത്ത് ഉള്ള ആകെ ലോകം അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ബഹുമാനായ ജയരാജ് സാർ പറഞ്ഞത്. അങ്ങനെ വിദേശം ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ വന്യജീവിയുടെ എണ്ണത്തെ നിയന്ത്രിക്കുക, എല്ലാ രാജ്യങ്ങളിലും എല്ലാ മുതലാളിത്ത രാജ്യങ്ങളും ആ കാര്യത്തിൽ വേട്ടയ്ക്കായി ഒരു നിശ്ചിത സമയം അനുവദിക്കുകയും ആ സമയത്ത് വന്യജീവികളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. നമുക്കിവിടെ ആകെ 98 ലക്ഷം ഏക്കർ ഭൂമിയെ കേരളത്തിൽ ആകെ ഉള്ളൂ. ഈ 98 ലക്ഷം ഏക്കർ ഭൂമിയിൽ 30 ലക്ഷത്തിനടുത്ത് ഇപ്പോൾ തന്നെ റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പൊ ഈ 30 ലക്ഷം റിസർവ് ഫോറസ്റ്റിൽ ശരിക്കും അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു 500 ആനയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ 2017 കണക്കിൽ 6,000 ആന കേരളത്തിലുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 40 കടുവകൾക്ക്, നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ 40 കടുവകളാണ് ഉള്ളത്. 2,31,500 ഏക്കർ ഭൂമി അവർക്ക് കൊടുത്തിരിക്കുന്നു. അത് പോരെന്ന് പറഞ്ഞ് ESA പുതിയ ഭൂമി, കൃഷിക്കാരന്റെ ഭൂമി വേണമെന്ന് പറഞ്ഞ് പുതിയ ദുരൂഹ നിയമങ്ങൾ വഴി പിടിച്ചെടുക്കാൻ പുതിയ പദ്ധതികൾ ഗവൺമെന്റുകൾ ആസൂത്രണം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ EFL ഒട്ടേറെ കരിനിയമങ്ങൾ കൊണ്ട് ഒരു വഴിക്ക് പീഡിപ്പിക്കുമ്പോൾ മറുവഴിക്ക് റവന്യൂ നിയമങ്ങൾ വഴി കൃഷിക്കാരെ അവന്റെ ഭൂമിയുടെ അവകാശത്തിൽ നിന്നും പിന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ഈ പീഡനങ്ങൾക്കിടയിൽ വന്യജീവികളെ ഒരു ജൈവ ആയുധമാക്കുന്നു എന്നാണ് ഞങ്ങളെപ്പോഴുള്ളവർ കരുതുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് 15 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കൊടുത്ത് ഒഴിപ്പിച്ചു കളയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു. 5 സെന്റ് ഉള്ളവനും 5 ഏക്കർ ഉള്ളവനും അവന്റെ ഫാമിലി ഒഴിഞ്ഞു പോകുന്നതിന് വെറും 15 ലക്ഷം. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന് യാതൊരു പരിഗണനയും, മലയോര മേഖലയ്ക്ക് ഒരു പരിഗണനയും ഈ സർക്കാരോ കേരളത്തിന്റെ രാഷ്ട്രീയമോ നൽകുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് 15 ലക്ഷം രൂപയ്ക്ക് കുടുംബങ്ങളെ ഒഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഫോറസ്റ്റുകാർ. ഇവിടെ 17,000 കിലോമീറ്റർ അതിര് പങ്കിടുന്നുണ്ട് കേരളത്തിൽ ഫോറസ്റ്റ്. അതിൽ 6,000-ഓളം അന്യ സ്റ്റേറ്റുകളുമായിട്ടുള്ള അതിരുകളാണ്. ബാക്കി 11,000 കിലോമീറ്ററിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേലി അല്ലെങ്കിൽ ട്രെഞ്ച് നിർമ്മിച്ച് ഈ ജനതയെ സുരക്ഷിതമാക്കുകയാണോ വേണ്ടത്? നമ്മുടെ ഭൂമിയുടെ അളവിനനുസരിച്ചുള്ള മൃഗങ്ങളാണോ ഇവിടെ ഉള്ളത്? അതിനെ നിയന്ത്രിക്കേണ്ടേ? അതിന് ലോകം നമുക്ക് ചില മാതൃകകൾ കാട്ടി തന്നിട്ടില്ലേ? അത് നമുക്കും സ്വീകരിച്ചുകൂടെ? എന്തേ കേരളീയർക്ക് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങളോട് പ്രത്യേക സ്നേഹം? എല്ലാ മൃഗങ്ങളോടും അങ്ങനെ കാണിക്കുന്നില്ലല്ലോ. പാവപ്പെട്ട പശുവിനോടില്ല, ആടിനോടില്ല, കോഴിയോടില്ല. ഇതെല്ലാം വെട്ടിവിഴുങ്ങിയിട്ട് ചില പ്രത്യേക മൃഗങ്ങളോട് പ്രത്യേക സ്നേഹവും ആദരവും കാണിക്കുക. എന്നിട്ട് ലോകം ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുക. ഏത് ലോകം ചിന്തിക്കുന്നത്? ഇവിടെ വനം 30%, കൃഷിക്കാർ അതിൻ്റെ അത് 24%, വനാവരണം 24.9%, ഫോറസ്റ്റിന്റെ 29.7% കർഷകരുടെ വനാവരണം. ഫോറസ്റ്റിനേക്കാൾ കൂടുതൽ ഫോറസ്റ്റ് സംരക്ഷിക്കുന്ന കേരളീയര്. മറ്റൊന്ന്, ഒരു ജീവിക്ക് വംശനാശം കൂടാതെ ജീവിക്കുന്നതിന് 50,000 സ്ക്വയർ കിലോമീറ്റർ വേണമെന്ന ശാസ്ത്ര മാനദണ്ഡം. കേരളം 38,800 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ 4,600-ലധികം സ്പീഷീസ് സുരക്ഷിതമായി കഴിയുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് മലമ്പ്രദേശത്തെല്ലാം വെട്ടിപ്പിടിച്ച് കയറി പോകുന്നതെന്ന്. അങ്ങനെയൊന്നും ധരിക്കണ്ട. ഭൂമി എന്നുള്ളത് കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും രാജഭരണകാലത്തും അല്ലാതെയും നൽകുന്നതിന് അതാത് കാലത്തെ ഗവൺമെന്റുകൾക്ക് ചില പ്രത്യേക കാരണങ്ങളും താല്പര്യങ്ങളും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഭൂമി കൊടുത്തേക്കണത്. ആ ഭൂമി കയ്യേറ്റം ഞങ്ങളുടേതാണെങ്കിൽ കൊച്ചിക്കാരന്റെ ആണ്, അപ്പുറത്തേക്കുമാണ്. പിന്നെ പരിസ്ഥിതി എന്നുള്ളത് ഈ മലയോരക്കാരന്റെ തലയിൽ മാത്രം വെച്ച് കെട്ടിയാൽ ഈ വിഷയം തീരില്ല. ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. ഈ മലയോരക്കാരന്റെ അവിടെ മരം നട്ട് എങ്ങനെയാ പരിസ്ഥിതി പരിഹരിക്കുക? ആഗോള പ്രതിഭാസത്തെ, കാർബൺ എമിഷന്റെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന
പരിസ്ഥിതി പ്രശ്നത്തെ മരം നട്ട് മലയാളി പരിഹരിക്കാൻ നടക്കുന്നു. ചുമ്മാ വിഡ്ഢിവേഷം കെട്ടി ഈ ജനങ്ങളെ വഞ്ചിച്ച് വിദേശ കാർബൺ ഫണ്ട് യഥേഷ്ടം അടിച്ചു മാറ്റുന്ന ഒരു നിഗൂഢ സംഘം ഈ സ്റ്റേറ്റ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ട്. അത് ഇന്ത്യയുടെ കാർബൺ ഫണ്ടിന്റെ ഇന്ത്യയുടെ തലസ്ഥാനം ഈ കേരളമാണ്. ഈ കേരളത്തിൽ അവിഹിതമായ ഫണ്ട് സമ്പാദിക്കുന്ന ഒരുപാട് രാഷ്ട്രീയവും മറ്റ് വിവിധ മേഖലകളിൽപ്പെട്ട ആളുകളുടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. അവർ ഈ ജനതയെ വല്ലാതെ ഉപദ്രവിക്കുന്നു. 2023 കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്തു. 1980 നിയമം യഥാർത്ഥത്തിൽ മൗലിക അവകാശം പോലും നിഷേധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് 96 സുപ്രീം കോടതി വിധിയോടെ അത് പല ആളുകൾക്കും റോഡ്, വെള്ളം എല്ലാം ഫോറസ്റ്റുകാർ അന്യായമായി കയ്യേറുന്ന സാഹചര്യം ഉണ്ടായി. അത് കേന്ദ്ര ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് ആ നിയമത്തിലെ ആ വ്യാഖ്യാനത്തെ മാറ്റിക്കൊണ്ട് പുതിയ നിർവചനം കൊണ്ടുവരികയും വനം 96 മുമ്പ് വനേതര പ്രവൃത്തികൾ ചെയ്ത ഒരു ഭൂമിയും വനമല്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്ത് രാഷ്ട്രപതി ഒപ്പിട്ട നിയമമുണ്ട്. നടപ്പാക്കാൻ തയ്യാറുണ്ടോ? നടപ്പാക്കാൻ തയ്യാറില്ല. അത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് 11ഓളം IFSകാർ പോയേക്കണ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് പോണ മുഴുവൻ കേസുകളും വാദിക്കുന്ന പ്രശാന്ത് ഭൂഷണെ പോലെ ഒരു റൗണ്ട് കയറുന്നതിന് 1 കോടി വരെ പ്രതിഫലം വാങ്ങിക്കുന്നവരെ എങ്ങനെയാണ് ഇവർക്ക് നിയമിക്കാൻ കഴിയുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്? അതുകൊണ്ട് ഏതാണ്ട് 430 പഞ്ചായത്ത് പ്രദേശങ്ങൾ വരുന്ന 1 കോടിക്ക് മേലെ വരുന്ന ജനസംഖ്യ വരുന്ന ഈ മലയോര നിവാസി ഇന്ന് കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ്. അവനൊരു ഭരണഘടനാ സംരക്ഷണമില്ല. രാഷ്ട്രീയ പാർട്ടികൾ കുറ്റകരമായ അനാസ്ഥ. ഇപ്പോ നിയമനിർമ്മാണം കഴിഞ്ഞ 2023 ഭൂപതിവ് ഭേദഗതി നിയമം കൊണ്ടുവന്നു. സംയുക്തമായിട്ടാ പാസ്സാക്കിയത്. ഒന്നുകിൽ പ്രതിപക്ഷം ഈ സഭ ബഹിഷ്കരിക്കും. ഒരു നിയമപ്രശ്നത്തിലും ചർച്ചയ്ക്ക് വിധേയമാക്കാറില്ല. ആ നിയമത്തിന്റെ ആഘാത പ്രത്യാഘാതങ്ങൾ, സാമൂഹികമായ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യപ്പെടാറില്ല. പ്രതിപക്ഷം ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ ഐക്യകണ്ഠ്യേന പാസ്സാക്കുക. ഒരു റിസ്കിന് തയ്യാറല്ല. നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന സകല നിയമവും എടുത്തോ. ഇപ്പൊ മലബാർ പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് ഇവര് 2023 പാസ്സാക്കിയിട്ടുണ്ട്. മനുഷ്യവിരുദ്ധമാണ്. ശരി 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 അപ്പോ